ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈക്കി ദ ട്രാവലർ. ഇന്ന് പ്രത്യേകത ഒരു ചെറിയ ബിരിയാണി സെറ്റാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം ഞാൻ അത്യാവശ്യം വറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പീസ് മാറ്റിയിട്ട് അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറുള്ളി, അതുപോലെ ആവശ്യത്തിനുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കാന്താരിമുളക് അത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള മസാല, അതായത് നമുക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി. ഇച്ചിരി എരിവ് വേണ്ടവരാണെങ്കിൽ ഇച്ചിരി ചില്ലിപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ലേശം കുരുമുളക് പൊടി വിതറിയിട്ട് അങ്ങോട്ടങ്ങ് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയും സംഗതി അങ്ങോട്ടങ്ങ് ഞെരടി നല്ലോണം മിക്സ് ചെയ്ത് പുരട്ടി അങ്ങോട്ടങ്ങ് വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഉള്ളത് ഒരു പിസ്സ സോസാണ്. ചെറുതായിട്ടങ്ങ് മിക്സാണ്, ചെറിയൊരു പുളിപ്പും കൂടി എൻ്റെ കൂടെ കിട്ടും. അപ്പോൾ നല്ല രുചിയായിരിക്കും ഇത്. ടൊമാറ്റോ സോസ് ആയിരിക്കും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. ഒരുപാട് വേണ്ട, ചെറുതായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നല്ലോണം അങ്ങോട്ടങ്ങ് പുരട്ടി അതിനെ ഒന്ന് മാരിനേറ്റ് ആവാനായിട്ട് അങ്ങോട്ടങ്ങ് സൈഡിലിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. ആ നേരം കൊണ്ട് നമുക്ക് വറവിനുള്ള സംഗതി പക്കയായിട്ട് മാരിനേറ്റായി കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള ബിരിയാണിക്കുള്ള പ്രോസസ്സ് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള മീറ്റ് അതിനുവേണ്ടി നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ അതിനകത്തൊരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ റെഡിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാക്സിമം പരട്ടി മിക്സ് ചെയ്യുന്നു. ഒരു സ്പൂൺ നല്ല കട്ട തൈര്, അല്ലെങ്കിൽ ചിക്കൻ്റെ അളവ് കൂടുതലാണെങ്കിൽ 1.5 സ്പൂണോ 2 സ്പൂണോ ആവാം. അതങ്ങോട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ മൊത്തത്തിൽ അങ്ങോട്ടങ്ങ് യോജിപ്പിക്കുക. അതിനകത്ത് നമുക്ക് ചേർക്കേണ്ട മസാല എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ടൊരു ഉപ്പ്, ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ്, മഞ്ഞൾ, ചില്ലി പൗഡർ, ചിക്കൻ മസാല ലേശം, ഇത്ര സാധനം മാത്രം അതിനകത്ത് ചേർക്കേണ്ടതായിട്ടുള്ളൂ. അത്ര സംഗതി ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ചെമ്പ് ചൂടാക്കുകയാണ്. അതിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ആഡ് ചെയ്ത് ഓയിൽ ഒരുവിധം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള ഗ്രാമ്പു, നമുക്ക് ഇലാച്ചി, അതുപോലെ തന്നെ കറുകപ്പട്ട, പിന്നെ ചെറിയ രീതിയിലുള്ള ത്രിഫലയും, ഈ പറഞ്ഞ പോലെ നമ്മുടെ കുരുമുളക് ആവശ്യത്തിനുള്ള കുരുമുളക് അങ്ങോട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിർ ചെയ്യുക. ശരിക്കും അങ്ങോട്ടങ്ങ് ഇളക്കി വിടുക. ഭയങ്കര ലോ ഫ്ലെയിം വെക്കേണ്ട. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കരിമണം ബിരിയാണിക്കകത്ത് കാണും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും സംഗതി നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിർ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് സവാള അങ്ങോട്ടങ്ങ് ഇതിൻ്റെ കൂടെ ഇട്ട് ഒരുമിച്ചിട്ടങ്ങോട്ട് വഴറ്റണം. ഇതേ സ്റ്റൈലിൽ തന്നെ സവാള ഒരുമിച്ചിട്ടങ്ങോട്ടങ്ങ് വഴറ്റണം. സവാള ഒരുവിധം നല്ല ഉടഞ്ഞ് ഒരു ബ്രൗണിഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, മസാലയും കാര്യങ്ങളും ചേർത്താൽ മതി. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനി അതിനകത്ത് വേണ്ട ലേശം മല്ലിപ്പൊടി, ലേശം ചിക്കൻ മസാല, ഒരു ലേശം നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഇത്രയും സാധനം മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി നല്ല ഒരു ബ്രൗണിഷ് ആവുന്ന വരെ അങ്ങോട്ടങ്ങ് വഴറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി എടുത്തേക്കുന്ന നമ്മുടെ ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ്, ഈ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു 2 to 3 മിനിറ്റ്സ് വീണ്ടും ഇതിനായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് അത്യാവശ്യം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ്റെ പീസും അതുപോലെ ബിരിയാണി ഒരുമിച്ച് ഒറ്റ സെറ്റായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കതനുസരിച്ചുള്ള ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. എത്ര കപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കാണാം. അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റൈസിൽ ഒരു സുഖം ഉണ്ടാവില്ല, റൈസിൽ ഒരു ഉപ്പ് രസം ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആവശ്യമനുസരിച്ച് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ ഈ ചിക്കൻ കറിക്ക് വേണ്ടി നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കനും കാര്യങ്ങളെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ലിഡ് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ലിഡ് അടച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക. ക്ഷമയോടുകൂടി നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 10 to 12 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സംഗതി അത്യാവശ്യം ഒന്ന് വേവ് ഒരുവിധം റെഡിയായി കിട്ടും. ഒരു ഹാഫ് വേവ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിലേക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് ബിരിയാണി റൈസാണ് നമ്മൾ 3 കപ്പ് എടുത്തേക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ 3 കപ്പ് ബിരിയാണി റൈസ് ഇതായി കാണുന്നത്. നമുക്ക് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റ് റൈസാണ്. അപ്പോൾ ഓരോ റൈസിനും വേവ് പല രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ട്, അതനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ നമുക്ക് 1.5 കപ്പ് വെള്ളം, 1 കപ്പ് റൈസ് 1.5 കപ്പ് വെള്ളം വേണമായിരുന്നു. പക്ഷേ ഓൾറെഡി ഞാൻ ചാറിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഒഴിച്ചതുകൊണ്ട് അതനുസരിച്ച് ഞാൻ വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം വെള്ളം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ശരിക്കും 4.5 കപ്പ് വേണ്ട സ്ഥലത്ത് ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. കാരണം ഓൾറെഡി ചാറിന് ഗ്രേവിക്ക് വേണ്ടി നമ്മൾ വെള്ളം ആഡ് ചെയ്തതനുസരിച്ച് ഞാൻ അവിടെ അളവിൽ മാറ്റം വരുത്തിയായിരുന്നു. അത് ചെയ്തിട്ട് നമ്മൾ ലിഡ് അടച്ച് അതങ്ങോട്ടങ്ങ് അടച്ച് ഒന്ന് വേവാനായിട്ട് അങ്ങ് വയ്ക്കുക.
അതേസമയം നമ്മൾ മറ്റേ പാനിൽ നമ്മൾക്ക് വറുത്ത പീസ് ചിക്കൻ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്കകത്ത് ഒരു വറുത്ത പീസും ഒരു കറി പീസും അതായത് നമ്മുടെ മസാല പീസ് കിട്ടിയാൽ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. പഴയ സ്റ്റൈൽ അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വറുക്കാനായിട്ട് വേറെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നത് പുരട്ടി വെച്ച് മാരിനേറ്റ് ആയി റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പാനിലേക്ക് വെച്ചിട്ടിട്ട് അത് വറുക്കാനായിട്ട് ആ നേരം കൊണ്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് വറുത്തും കിട്ടും, മറ്റേ സൈഡിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ എല്ലാ പീസും ഇട്ട് അതിനകത്ത് ബാക്കി മിച്ചം വന്നേക്കും നമ്മുടെ ചെറുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പേസ്റ്റും കൂടി അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ ആഹാ നല്ല രസം. ഇത് ഇടുമ്പോൾ തന്നെ നാവിലൂടെ കപ്പലോടും, അത് വേറെ കാര്യം. വറവിൻ്റെ കൂടെ ചെറുള്ളിയുടെ ഒരു ബേക്കായി വരുന്നതിൻ്റെ മണം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ക്രാമിങ് തോന്നിക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് നാടൻ സ്റ്റൈലിൽ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു മണവും ആ ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ബാക്കിയുള്ള മഞ്ഞേക്കുന്ന മസാല അതിൻ്റെ മണ്ടയ്ക്ക് കൂടി ഇങ്ങോട്ട് ഇട്ട് പുരട്ടി കൊടുത്തിട്ട് ഈ സംഗതി നമ്മളിങ്ങോട്ട് വറുക്കാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ ഒരു സൈഡിൽ നമ്മുടെ വറുക്കാനുള്ള പീസുകൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ പയ്യിൽ ഇടച്ച് വയ്ക്കുന്നു. മറ്റേ സൈഡിൽ നമ്മുടെ ബിരിയാണി ഒരു ഇതം വെന്ത് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ഹാഫ് നാരങ്ങ, പാതി നാരങ്ങ കുരു എടുത്ത് കളഞ്ഞിട്ട് ജസ്റ്റ് എൻ്റെ മണ്ടയ്ക്ക് കൂടി പിഴിഞ്ഞങ്ങോട്ടും ഒഴിക്കും. ഗൾഫിലായിരുന്നപ്പോൾ കിട്ടിയ ഒരു ഐഡിയ കേട്ടോ. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് റൈസ് ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വേറെ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വേറെ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഫർദർ നമുക്ക് ലിഡൊക്കെ അടച്ച് എല്ലാം ഓക്കെ ആക്കിയിട്ട് വീണ്ടും ഇത് ബേക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന ഒരു 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്കാനായിട്ട് നമ്മൾ വയ്ക്കുന്നു. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി റൈസ് വെള്ളം കുടിച്ചങ്ങോട്ട് വീർത്ത് വലുതായി റൈസ് അങ്ങോട്ട് കുക്കാവും. അന്നേരം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വറുക്കാൻ വെച്ചേക്കുന്ന കാര്യം ചെക്ക് ചെയ്യുക, വറുക്കാൻ വെച്ചേക്കുന്ന പീസുകൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പൂണും കൊണ്ട് അല്ലെങ്കിൽ സ്പൂണിൻ്റെ അടിഭാഗം വെച്ച് കോലു ഭാഗം വെച്ചുകൊണ്ട് നമുക്കൊന്ന് പയ്യെ റൈസ് നീക്കി നോക്കിയാൽ വെള്ളത്തിൻ്റെ അംശം ബാക്കിയുണ്ടോ നോക്കുക. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ലോ ഫ്ലെയിമിൽ ഇങ്ങനെ പയ്യെ അങ്ങോട്ടൊക്കെ വയ്ക്കുക. അപ്പോൾ സ്റ്റീം അടിച്ച് അതിൻ്റെ ബാക്കിയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങ് പോയിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി കുഴമ്പ് വരത്തിലിരിക്കും, അത് പാടില്ല. അപ്പോൾ അത് നോക്കുക. എന്നാൽ ഓവറായിട്ട് ബേക്ക് ആവാനും പാടില്ല. കറക്റ്റ് വേവായിട്ട് കിട്ടിയാലേ നമുക്ക് വെവ്വേറെ ആയിട്ട് ആ ഒരു അരിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പരിപാടി നമ്മൾ ചെയ്തു. ഇനി നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ട് സൈഡും ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചിക്കൻ കറക്റ്റായി നോക്കാം, നമ്മുടെ ഫ്രൈക്ക് വെച്ചേക്കുന്ന ചിക്കൻ കറക്റ്റായിട്ടുണ്ടോ നോക്കാം. ഈ നേരം കൊണ്ട് നമ്മൾ വറുക്കാനുള്ള ചിക്കൻ സൈഡൊക്കെ മാറ്റി അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതിനെ ബേക്ക് ചെയ്യുക. പക്കയായിട്ട് നോക്കുക, സൂക്ഷിക്കുക, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെരട്ടും ഈ പറഞ്ഞ പോലെ ചെറുള്ളിക്ക് ഉണ്ടെങ്കിൽ ഓവറായിട്ട് ബേക്കായി കരിഞ്ഞ മണം വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ നോക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ റൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഗതി പയ്യെ ലോ ഫ്ലെയിമിൽ ദമ്മിനായിട്ട് വെക്കണം. ചിക്കനൊക്കെ ഇങ്ങനെ പയ്യെ ഒരു പീസ് ചെക്ക് ചെയ്ത് നോക്കുക, വിട്ട് വരുന്നുണ്ടോ നോക്കുക, ഓക്കെ ആണോ നോക്കുക, വെള്ളവും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പോയി നോക്കുക. എന്നിട്ട് നമുക്കിതിനൊരു ദമ്മ് വെച്ചാൽ മതി. ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ദമ്മ് വെച്ചാൽ മതി. അതിനോടൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഇടാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വറുത്ത് ഇടണം. നെയ്യിൽ വേണം വറുക്കാനായിട്ട്. ഡ്രൈ ഫ്രൂട്ട്സും സവാളയും കാര്യങ്ങളൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ചെറിയ റൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വെന്തോ നോക്കാനായിട്ട്. ഒരു ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ദമ്മും കൂടി അടിച്ച സംഗതി അടിപൊളിയാവും. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വറുക്കാൻ വച്ചേക്കുന്ന പീസുകൾ വെന്തോ നോക്കാനായിട്ട് സ്പൂണിൻ്റെ അടിഭാഗമോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ കുത്തി നോക്കാം. സംഗതി സ്മൂതി ആയിട്ട് ഇറങ്ങിപ്പോണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറങ്ങിപ്പോണ്ടെങ്കിൽ സംഗതി വെന്ത് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സംഗതി ഓഫാക്കിയിട്ട് സൈഡിലോട്ട് മാറ്റി എണ്ണ വാർന്നതിന് ശേഷം പീസുകൾ മാറ്റി വയ്ക്കുക. നമ്മൾ മറ്റേ സൈഡിൽ ഒരു തവ അടി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ടാണ് ബിരിയാണി ചെമ്പ് വെച്ചേക്കുന്നത്. ഇനി അതിലേക്കുള്ള വറുക്കാൻ വേണ്ടിയിട്ടുള്ള സവോള നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. സവോള, അതേപോലെ കാഷ്യൂ നട്ട്സ്, ബദാം, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മുന്തിരി. ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് വേണം, നെയ്ക്കകത്ത് വേണം ഈ സംഗതി ഫ്രൈ ചെയ്യാനായിട്ട്. നെയ്ക്കകത്ത് സംഗതി ഫ്രൈ ചെയ്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. ഈ സംഗതി ഗാർണിഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് to 15 മിനിറ്റ് ജസ്റ്റ് ദമ്മ് കൊടുത്താൽ മാത്രമേ മതി. വേറെ ഒന്നും വേണ്ട. ചെറിയ ഫ്ലെയിമിൽ തവയുടെ മണ്ടയ്ക്ക് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ബിരിയാണി അടിയിൽ നിന്ന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിക്ക് ഈ സംഗതി ഒന്ന് ദമ്മ് കൊടുത്താൽ മതി. അതോടുകൂടി സംഗതി നമ്മുടെ ബിരിയാണി അടിപൊളി റെഡി പക്കയായിട്ടുണ്ട്. ഇനി ഇത് സർവ് ചെയ്യുക. സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പപ്പടവും കച്ചുമ്പറും ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ അത്യാവശ്യത്തിനുള്ള സവോള, അതേപോലെ ഒരു പച്ചമുളക്, ഒരു ഇച്ചിരി ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ ഇഞ്ചി ചതച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ലേശം ഉപ്പും കുറച്ച് കുരുമുളകും കൂടി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പപ്പടം കാച്ചിട്ടുണ്ട്. ഇത്രയും സംഗതി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സർവ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിക്കൊന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർ ബിരിയാണി ചെമ്പ് നക്കി പിടിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം. ഇതേപോലെ ബിരിയാണി സെറ്റായി, വറുത്ത പീസ്, മസാല പീസ് വിത്ത് റൈസ്, അതുപോലെ അതിൻ്റെ കൂടെയുള്ള നമ്മുടെ സാലഡ്, പപ്പടം, ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ പിള്ളേർ ഉഷാറായിട്ട് സംഗതി അടിച്ച് പൊളിച്ച് കഴിച്ച് തീർത്തോളൂ. അപ്പോൾ ബിരിയാണിയുടെ ഈ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടാൽ
അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം ഗൈസ്, ഇത് നമ്മുടെ ഒരു പുതിയ ചാനലാണ്. മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.